السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലായി കുടുംബത്തിലായി വ്യത്യസ്ത രോഗങ്ങൾ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖൈറിലായി ജീവിച്ച് ഖൈറിലായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്ക ഫത്ഹ് നടന്നു. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങി. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ അധീനതയിൽ മക്ക വളരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും പൊതുവായി കൊണ്ട് മാപ്പ് പ്രഖ്യാപിച്ചു. പക്ഷേ അബൂ ജഹലിന്റെ മകനായ ഇക്രിമ എന്തെയാണ്, മക്കയിൽ നിന്ന് നാട് വിടുകയാണ്. മക്കയിൽ നിന്ന് നാട് വിടുകയാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം നിന്നില്ല. അവിടെ നിന്ന് എന്തെയാണ്, മക്കയിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടി പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ മക്കയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കയറി വന്നു. മഹദി മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ മുത്തുനബിയോട് എന്ത് ചെയ്തു, അഭയം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭർത്താവിന് അഭയം അവിടുന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, മഹദിയായ ഉമ്മു ഹക്കീം റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ തേടിക്കൊണ്ട് പോവുകയാണ്. തേടി അവസാനം ജിദ്ദയിൽ വെച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ കണ്ടുമുട്ടുകയാണ്. ഇക്രിമയോട് അവിടുന്ന് പറഞ്ഞു തന്റെ കാര്യങ്ങളെല്ലാം അവിടുന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യ അവിടുന്ന് പറയുകയാണ്, ഞാൻ വരുന്നത് എവിടെയാണെന്ന്, എവിടെ നിന്നാണെന്ന് അറിയുമോ? ബന്ധങ്ങൾക്ക് വല്ലാതെ വില കൽപ്പിക്കുന്ന ആളുടെ അടുക്കലിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത് എന്നും, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യന്റെ അടുക്കലിൽ നിന്നാണ്, അതേപോലെ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉത്തമനും അതുപോലെ വല്ലാതെ ഗുണം ചെയ്യുന്ന മനുഷ്യന്റെ അടുക്കലിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത് എന്ന് അവിടുന്ന് പറയുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ അഭയം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം തരുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്റെ ഭാര്യ തന്റെ ഭർത്താവിനോട് പറയുമ്പോൾ രണ്ടാളും എന്തെയാണ്, തന്റെ ഭാര്യയോട് കൂടി ഇക്രിമ എന്ന് പറയുന്ന മനുഷ്യൻ എന്തെയാണ് കടന്നു വരികയാണ്. അങ്ങനെ അവർ കടന്നു വരുന്ന വിവരം മക്കയിൽ അവർ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്റെ സ്വഹാബാക്കളോട് പറയുകയാണ്, എല്ലയോ സ്വഹാബത്ത്, നിങ്ങളിലേക്ക് ഇക്രിമയുടെ അബൂ ജഹലിന്റെ മകനായ ഇക്രിമ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അദ്ദേഹത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അദ്ദേഹത്തെ നിങ്ങൾ പരിഹസിക്കരുത്, അദ്ദേഹത്തെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ വെച്ച് അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഉപ്പയെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ അബൂ ജഹൽ എന്ന് പറയുന്ന മനുഷ്യൻ. ആ ജീവിച്ചിരിക്കുന്ന തന്റെ ഉപ്പയെ കുറിച്ച് അദ്ദേഹത്തോട് പറയുമ്പോ നിസാരമായി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു
പക്ഷേ അദ്ദേഹത്തിന് അത് സഹിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം ഉണ്ടാകും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ, എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഹദീസ് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ഒരു മനുഷ്യന്റെ അഭിമാനം അത് വലുതാണ്. ഒരു മനുഷ്യന്റെ അഭിമാനം ഒരു നിലക്കും നമ്മൾ പിച്ചി ചിന്താൻ പാടില്ല, വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. അതേപോലെ വലിയ പാപമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് കൽപ്പിക്കുന്നത് എന്ന് ഈ സമയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു മനുഷ്യനെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് കൊടും പാപമാണ് എന്ന് തന്റെ സ്വഹാബാക്കൾക്ക് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മിലേക്ക് കടന്നു വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയം കടന്നു വരികയാണ്, ഇലക്ഷന്റെ സമയം കടന്നു വരികയാണ്. രാഷ്ട്രീയമായിട്ട് ഒരുപാട് ഒരുപക്ഷെ മറ്റുള്ള പാർട്ടികളെ നമ്മൾ ഓരോരുത്തരും യോജിച്ചു കൊള്ളുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് നമുക്കൊരു പക്ഷേ നമുക്ക് അവരോട് പ്രതികരിക്കാം. പക്ഷേ അത് നിലക്ക് വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യന്റെ വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യന്റെ ഒരു വിധത്തിലും ആക്ഷേപിക്കാൻ പാടില്ല. മതേതരത്വമായ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഒരു മനുഷ്യനെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. എന്നോ ചെറുപ്പത്തിൽ നടന്ന സംഭവം പറഞ്ഞുകൊണ്ട് ഇന്ന് അങ്ങാടികളിലും അതുപോലെ പുറം നാടുകളിലും സോഷ്യൽ മീഡിയകളിലൂടെ ഒരു മനുഷ്യനെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആക്ഷേപിക്കുമ്പോ, അവരെ പരിഹസിക്കുമ്പോ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒന്നും നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ വിഷയത്തിൽ ഗൗരവത്തിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ അഭിമാനം പൊതുമധ്യത്തിൽ നിന്നുകൊണ്ട് അവരെ പിച്ചി ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു മനുഷ്യർക്ക് ഒരുപാട് ആദരവും ഒരുപാട് ബഹുമാനവും തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ഖറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന്, ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. നിങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. കഅബ തവാഫ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം കഅബയെ നോക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഓ കഅബ, എന്തോ ഒരു ഭംഗിയാണ് നിന്നെ കാണാൻ, എന്തോ ഒരു പരിശുദ്ധിയാണ് നിന്നെ കാണാൻ, എന്തോ ഒരു സുഗന്ധമാണെന്ന്, എന്തോ ഒരു പവിത്രമാണെന്ന്. എന്നിട്ട് അത്ഭുതത്തോടു കൂടി കഅബയെ നോക്കിക്കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹുവാണ് സത്യം, ലഹുർമത്തുൽ മുഅ്മിനി അഅ്ളമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി. എന്നിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, കഅബ നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് എത്ര കണ്ട് പവിത്രതയുണ്ടോ അതിനേക്കാളും പവിത്രത ഒരു മുഅ്മിനായ മനുഷ്യനുണ്ട് എന്ന് കഅബയെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്. നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്, കഅബ ശരീഫ് പവിത്രമാണ്. നമ്മളെല്ലാവരും 5 വക്ത് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. പക്ഷേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, കഅബ നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിലയുള്ളതിനേക്കാളും വലിയ വില ആർക്കാണ്? ഒരു മുഅ്മിനായ മനുഷ്യനിക്കാണ്. അതുകൊണ്ട് അവന്റെ സമ്പത്ത് പവിത്രമാണ്, അവന്റെ രക്തം പവിത്രമാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് ഖൈറല്ലാതെ ഒന്നും വിചാരിക്കാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, അങ്ങാടികളിലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പല ആളുകളും പല രീതിയിൽ മറ്റുള്ള മുഅ്മിനീങ്ങളായ ആളുകളെ പരിഹസിക്കുമ്പോ, അവരെ ആവടിക്കുമ്പോ, അവരുടെ അഭിമാനം പിച്ചി തീർന്നുമ്പോ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് കഅബയേക്കാളും വിലയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്രമല്ല, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പോലും പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ കൊണ്ട് അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്, റസൂലാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന
വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല. അസാ യകൂനു ഖൈറൻ മിൻഹും, ഒരു പക്ഷേ പരിഹസിക്കുന്ന ആളുകൾ ആരെയാണോ പരിഹസിക്കപ്പെടുന്നത് അവരെക്കാൾ ഉത്തമരായേക്കാം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. വലാ നിസാഉ മിൻ നിസാ, ഒരു പെണ്ണ് മറ്റുള്ള പെണ്ണുങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അസാ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഒരു പക്ഷേ ആ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ ഖൈറായേക്കാം എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അവിടുന്ന് പറയുകയാണ്, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത്, മറ്റുള്ളവരെ പരിഹസിക്കരുത്. കുത്തുവാക്കുകൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിമാനത്തിന്റെ ക്ഷതം വരും, മറ്റുള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം വരും. ആ രീതിയിലുള്ള പരിഹാസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം, ഒരുപാട് സഹോദരങ്ങൾ, നാട്ടിൽ പലവിധത്തിലുള്ള പേരുകൾ, ഇരട്ട പേരുകൾ, മറ്റുള്ള പേരുകൾ അവർക്കുണ്ടാവാം. പക്ഷേ ആ വിളിക്കപ്പെടുന്ന വ്യക്തിക്ക്, ആ വിളിക്കുന്ന ആൾ വിളിക്കുന്ന ആ പേര് ആ മനുഷ്യനിക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ ആ പേര് വിളിക്കാൻ പാടില്ല. വലാ തനാബസു ബിൽ അൽഖാബ്, ഇഷ്ടമില്ലാത്ത പേരുകൾ അവരെ നിങ്ങൾ വിളിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ബിസ്ൽ ഇസ്മുൽ ഫുസൂഖി ബഅദൽ ഈമാൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കയറി വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ ചീത്ത പേര് വിളിക്കുകയാണ് എങ്കിൽ ആ ചീത്ത പേരുകൾ വിളിച്ചു, അതുപോലെ മറ്റുള്ള ആളുകൾ നിങ്ങൾ പരിഹസിച്ചു, അവരെ പല രീതിയിൽ അവരെ പ്രയാസപ്പെടുത്തി, എന്നിട്ട് ആ പറഞ്ഞതിന്റെ പേരിലൊക്കെ അവരോട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ അക്രമികളിൽ പെട്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. നിങ്ങളോട് സ്നേഹത്തോടുകൂടി എനിക്ക് പറയാനുള്ളത്, വഴിയിൽ വെച്ച്, അതേപോലെ അങ്ങാടിയിൽ വെച്ച് മറ്റുള്ള ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ, മറ്റുള്ള ആളുകളെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കടുത്ത രീതിയിൽ അതിന്റെ താക്കീത് നൽകിയിട്ടുണ്ട്. ഒരൊറ്റ സംഭവം കൂടി പറയാം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു സങ്കടം പറയുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. എന്താണ് സങ്കടം എന്നറിയുമോ? അബൂദർ എന്ന് പറയുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി ബിലാൽ തങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കറുത്ത പെണ്ണിന്റെ മനുഷ്യനെ, കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് അബൂദർ റളിയല്ലാഹു തആല അൻഹു ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. വ്യക്തിപരമായ ഒരു പരാമർശമാണ്. അത് ബിലാൽ തങ്ങൾക്ക് സഹിക്കാൻ സാധിച്ചില്ല. ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് ബിലാൽ തങ്ങൾ കടന്നുപോയി കൊണ്ട് പറഞ്ഞു, മുത്തുനബിയെ, എന്നെ കുറിച്ച് അബൂദർ എന്നെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ പരിഹസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കടുത്ത രീതിയിൽ അവിടുന്ന് ശകാരിച്ചു. എന്താണ് അബൂദർ നിങ്ങൾ ചെയ്തത്? ബിലാൽ തങ്ങളെ ഉമ്മയെ നിങ്ങൾ ഒരു മോശക്കാരിയാക്കിയോ എന്നോ? അതിന്റെ പുറമെ പറഞ്ഞു, ആ ജാഹിലിയ കാലത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആ സമയത്തുള്ള അംശം നിങ്ങളിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത രീതിയിൽ താക്കീത് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തു. എങ്കിൽ ഒരു മനുഷ്യനെയും നമ്മൾ പരിഹസിക്കാൻ പാടില്ല, ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷന്റെ സമയമാണ്. 4 വോട്ട് കിട്ടാൻ വേണ്ടി ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഒരു രീതിയിലും പരിഹസിക്കാൻ പാടില്ല എന്നാണ് എന്റെ മഹല്ല് നിവാസികളോട് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് പറയാനുള്ളത്, പരസ്പരം അറിയുന്ന ആളുകളായിരിക്കും നമ്മൾ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ. പക്ഷേ ആ മത്സരിച്ചതിന്റെ പേരിൽ ഒരു വിധത്തിലും നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു കെട്ടുറപ്പ് ഉണ്ടാവുകയാണ് വേണ്ടത്. അതുവഴി ബന്ധങ്ങൾ തകരാൻ പാടില്ല. ആ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടു കൂടി എനിക്ക് ഈ സമയം നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ
വ്യക്തിപരമായി പരാമർശിക്കുക, ഒരു മനുഷ്യനെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, അത് കടും ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രവണത മറ്റുള്ള ആളുകളെ ചീത്ത പേര് വിളിച്ചുകൊണ്ട്, ഇരട്ട പേരുകൾ വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ട് എങ്കിൽ ഇന്ന് തന്നെ മാറ്റിയെടുക്കേണ്ട സമയം നമ്മളിൽ അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എന്ത് കാര്യം വന്നാലും, എന്ത് മനുഷ്യനാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, ബന്ധങ്ങൾ നല്ല രീതിയിൽ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. ഇലക്ഷൻ വന്നതോടുകൂടി ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി എന്ന് പറഞ്ഞ് ഒന്ന് തെറ്റി നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാൻ അല്ലാഹു നിറച്ചു തരുമാറാവട്ടെ. ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ കണ്ടുകൊണ്ട് സലാം പറഞ്ഞ് മിണ്ടാനുള്ള ഒരു സന്മനസ്